ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞായറാഴ്ച രാവിലത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോഴേ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടും വയ്യാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ഇക്ക ചായ കുടിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. മോൾക്കാണെങ്കിൽ അവൾ തേയില ചായ കുടിക്കത്തില്ല, അവൾക്ക് ബോൺവിറ്റ ഇട്ടിട്ട് അങ്ങനെയും കൊടുത്തു. എനിക്ക് ഇന്ന് ചായ കുടിക്കാനായിരുന്നു ആഗ്രഹം കേട്ടോ, ഒട്ടും വയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കായിട്ട് ഞാൻ ഏലക്കയും പട്ടയൊക്കെ ഇട്ടിട്ട് നല്ലൊരു മസാല ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷമൊക്കെയാണ് അടുക്കളയിൽ കയറുന്നത്. അപ്പോൾ കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ചുള്ളത് ഞാൻ എടുത്തിട്ട് ഇന്ന് തട്ട് ദോശ പോലെ ഉണ്ടാക്കി. ഇവിടെ നെയ്യ് ഉപയോഗിക്കാത്തതുകൊണ്ട് സൺഫ്ലവർ തന്നെ മണ്ടയിൽ ഇങ്ങനെ തൂവി കൊടുക്കുവാണ്. മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട് രാവിലെ മുറ്റത്തിറങ്ങിയ സമയത്ത് അത്യാവശ്യത്തിലേറെ കൊതുകടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചുറ്റും ഭയങ്കര എന്താ പറയുക, ചെറിയ കുഞ്ഞിക്കൊതുണ്ടല്ലോ, അതുകൊണ്ട് മുറ്റത്തിറങ്ങിയാൽ കടിക്കും. ഇത് ചൊറിയുമ്പോഴേ അറിയത്തുള്ളൂ, ഇരുന്നാലൊന്നും അറിയത്തുമില്ല. ദോശ ചുടുന്നതിനിടക്ക് മോള് വന്നപ്പോൾ അവൾക്കൊരു ദോശ എടുത്ത് പാത്രത്തിൽ ഇട്ട് കൊടുത്തതാണ്. അന്നേരം വായിൽ വെച്ച് പൊട്ടിച്ചു കൊടുത്തപ്പോൾ അവൾ പറയുക അവൾക്ക് കറി വേണം, വെള്ളക്കറി ഉണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ. അത് ദോശ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചട്നി നിർബന്ധമാണ്. ദോശ ചുട്ട് വന്നപ്പോൾ ആകെ 7 എണ്ണേ ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ എണ്ണി നോക്കുമെന്ന് 7 എണ്ണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് ഒക്കത്തില്ല, കാരണം ദോശ കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വിശപ്പ് വരും. അപ്പോൾ ഇനി കുറച്ച് കാച്ചിലുണ്ട്, അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. രാവിലെ ഉണ്ടാക്കിയ ചായയിൽ ഇച്ചിരി ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ, അപ്പോൾ അതൊന്ന് അരിച്ചടിച്ചിട്ട് ഒന്ന് കുടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ അവസാനത്തെ ദോശയും ചുട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇനി ദോശ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഈ പാത്രമൊക്കെ ഒന്ന് കഴുകാൻ കൊണ്ടിടട്ടെ. ആയിക്കോട്ടെ. ഇതിപ്പോൾ അവരുടെ കോഴിക്കൂട് നോക്കൂ, ഇതവരുടെ കോഴിക്കൂട് ഈ കാണുന്നത്. നിമ്മച്ചി സൂം ചെയ്യുവാണേ, കണ്ടോ. ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞ് പുറത്തിറങ്ങി ഊഞ്ഞാലിടാനിറങ്ങി. അപ്പം ഞാനും അങ്ങോട്ടൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അപ്പുറത്തെ വീടിൻ്റെ, അതായത് നമ്മുടെ ഓണർ വീടിൻ്റെ കോഴിക്കൂടിൻ്റെ മുകളിലൊരു കോഴി ചത്ത് കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ മോൾക്കും അത് കാണണം. നമ്മുടെ ഇച്ചിരി ദൂരെയാണ് അവരുടെ വീട്. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ സൂം ചെയ്ത് അതേ കൂടി അവൾക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ, അത് ചത്ത് കിടക്കുന്നത്. അപ്പോൾ എന്തോ പട്ടി എങ്ങാണ്ട് ഓടിച്ച് വെച്ച് 2 ദിവസമായിട്ട് ഇങ്ങനെ തൂക്കം പിടിച്ച് കിടക്കുമായിരുന്നു, അങ്ങനെ ചത്തതാണെന്ന് അവർ പറഞ്ഞു. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പ് കത്തിച്ചിട്ടേ ഇല്ല കേട്ടോ. നമ്മൾ ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. ഗ്യാസ് തന്നെ നമുക്ക് 3 മാസമൊക്കെ നിൽക്കും. പിന്നെ വിറക് മേടിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാനൊരു കൊതിയിട്ടാ. അങ്ങനെ തൊടി കിടന്ന 2 ചുള്ളി വിറകും എടുത്തുകൊണ്ട് വന്ന് കത്തിക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് നേരമൊക്കെ ഒന്ന് മല്ലിട്ടതിന് ശേഷം കുറേ കടലാസൊക്കെ വെച്ച് കത്തിക്കാനൊക്കെ നോക്കിയേ. കുറച്ച് സമയം എടുത്തു കത്തിപ്പിടിക്കാനായിട്ട്. കുറേ വിറകൊന്നും ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ. കുറച്ച് അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്ന കുറച്ച് ചുള്ളികളുണ്ട്, പിന്നെ ഒരു മടലെങ്ങാണ്ടുണ്ട് അവിടെ ഉണങ്ങി കിടക്കുന്നു, പിന്നെ കുറച്ച് ചകിരി ഇരിപ്പുണ്ട്. അത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ അടുപ്പ് കത്തിക്കുക എന്നുള്ള ആശയം ഉണ്ടാക്കിയെടുത്തിട്ട്. കാരണം കുറേ ചകിരി ഇരിപ്പുണ്ട്, അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമുക്കങ്ങനെ അങ്ങ് വെറുതെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് സമയത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ അടുപ്പിൽ തീ കത്തിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ ഇനി കാച്ചിൽ വെട്ടിക്കഴുകിയിട്ട് അതിലോട്ട് ഇടണം. അപ്പം ഞാൻ കാച്ചിലൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ മോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അവൾക്ക് ടി വിയിൽ കാത്തു വേണ്ട, ടി വിയിൽ അത് മതി ഇത് മതി എന്നും പറഞ്ഞ് ഓരോന്ന് മാറ്റി കൊടുക്കാനായിട്ട് ഇങ്ങനെ വന്ന് എന്താ പറയുക, നമ്മളിങ്ങനെ പിപ്പിരിയാക്കത്തില്ലേ, അങ്ങനെ അങ്ങ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ശരീരം കൊണ്ടും കൂടി വയ്യാതാവുമ്പോൾ ഇതുപോലുള്ള സമയത്തൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ എനിക്ക്. പ്രത്യേകിച്ചും ഈ മൂഡ് സ്വിങ്സിൻ്റെയൊക്കെ സമയമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വന്നിങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതേപോലെ തന്നെ സങ്കടമൊക്കെ വരുമേ. കാരണം വേദനയായിട്ട് നമുക്ക് തന്നെ നിൽക്കാൻ പറ്റാത്തൊരു സമയം. കല്യാണത്തിനൊക്കെ മുമ്പ് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊന്നും ഞാൻ എഴുന്നേക്കത്ത് പോലും ഇല്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നേരെ പോയി എനിക്ക് കുളിക്കണം. കുളിയെല്ലാം കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഫുഡ് കഴിക്കാനും എല്ലാത്തിനും വരുന്നതുമൊക്കെ. അതേസമയം കൊണ്ട് ഇപ്പോൾ ഒരു മോളൊക്കെ ആയതിനു ശേഷം എന്ത് വേദനയുണ്ടെങ്കിലും എങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് പറ്റുന്ന വിധത്തിൽ എഴുന്നേറ്റ് വരിക, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. നമ്മുടെ വേദന എന്ന് പറഞ്ഞിട്ട് അവരെ പട്ടിണിക്ക് ഇടാനൊക്കത്തില്ലല്ലോ.
അങ്ങനെ നമ്മുടെ വേദനകളൊന്നും വേദനകളല്ലാതായി മാറും, ബുദ്ധിമുട്ടുകളല്ലാതായി മാറുക. അങ്ങനെ നമ്മുടെ കാച്ചിലൊക്കെ ഒന്ന് വെട്ടി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചരുവത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചരുവത്തിലെ വെള്ളം അന്നേരം വെച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പെറുക്കിയിട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് വെന്തോളുമല്ലോ. ദോശയിലോട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരക്കുമായിരുന്നേ. അപ്പോൾ തേങ്ങ അരച്ച് വെച്ച് മിക്സി ജാറെടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ മിക്സിയിൽ നിന്ന്. കുറേ അതേ കിടന്ന് പണിഞ്ഞു നോക്കി, പക്ഷെ പറ്റുന്നില്ലായിരുന്നേ. കുറേ എടുക്കാൻ വേണ്ടിയിട്ട് അടപ്പൂരിയിട്ടും അടപ്പൂരാതെ എല്ലാം നോക്കി, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയും കുറേ സമയം പോയി കിട്ടി. അവസാനം ചമ്മന്തി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചിട്ട് മിക്സിയോടെ എടുത്ത് കമിഴ്ത്തിയിട്ടോ തേങ്ങ. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി കിട്ടി. മിക്സി ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ കിടക്കുവാന്ന്. കുറച്ച് ചായ കുടിച്ചിട്ടേ മരുന്ന് കഴിക്കാന്ന്. ഏത് പല്ല വേദന? അവിടെയോ? എന്നുവെച്ച് മരുന്ന് തരട്ടെ? മരുന്ന് തരാം കേട്ടോ. മരുന്ന് തരാം. ചായ കുടിക്കുക ആദ്യം. ദോശയും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തിന്നാലേ മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ, അല്ല വെറുതെ മരുന്ന് കഴിക്കാൻ. അത് വേണ്ട കേട്ടോ. ദോശ കഴിക്കൂലേ? ദോശ ചമ്മന്തിയും കൂട്ടി ദോശ തരാം, എന്നിട്ട് നമുക്ക് മരുന്ന് കഴിക്കാം കേട്ടോ. ഓക്കെ, തരാം. അതിനിടക്ക് മിഠായി തിന്നേച്ചേട്ടോ ഈ പല്ലുവേദന എന്നും പറഞ്ഞു വരുന്നത്. അവൾക്ക് പല്ലുവേദന, പല്ലിന് കേടുണ്ട്, പോടുണ്ട്, റൂട്ട് കനാലൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എന്തായാലും അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് മരുന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം അവിടെ അടങ്ങിയിരുന്നോളും പല്ലുവേദന ആയതുകൊണ്ട്. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ കാച്ചിൽ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു ഓട്ടപാത്രമൊക്കെ വെച്ചിട്ട് അതിലോട്ടൊന്ന് ഊറ്റിയെടുത്തു. ഇന്നിനി ഒത്തിരി ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി നെയ്ച്ചോറും ചിക്കൻ ഇരിപ്പുണ്ട്, അപ്പോൾ അത് വെച്ച് കറിയും ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അതാകുമ്പോൾ ഒത്തിരി ഇതൊന്നും ഉണ്ടാക്കണ്ടല്ലോ. സാധാ ചോറ് വയ്ക്കുകയാണെങ്കിൽ അതിലോട്ടൊരു കറി വേണം, തോരൻ വേണം, മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ അത്രയും പണിയില്ലല്ലോ. അപ്പോൾ അടുപ്പയിൽ ഞാൻ മൺചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് ഗ്യാസ് സ്റ്റോപ്പിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യുക കേട്ടോ. ഏലക്കയും പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ സവോള ഇട്ട് വഴറ്റി ഇച്ചിരി ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും ഈ ക്യാരറ്റ് ഇട്ട് നെയ്ച്ചോറാണ് ഇഷ്ടം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് ഉപ്പും ഇട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അരിയും കഴുകിയിട്ട് കഴിഞ്ഞാൽ നെയ്ച്ചോറായല്ലോ. വേറെ പണിയൊന്നുമില്ലല്ലോ, നമുക്കതിൻ്റെ പിന്നാലെ നടക്കുകയും വേണ്ട. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും നമ്മുടെയൊക്കെ ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. കാരണം ആരും സഹായിക്കാനില്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. പിന്നെ ഇക്കാക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഇക്കാക്ക് കാണത്തുമില്ലല്ലോ. എന്നാലും ഇക്ക എനിക്ക് ഒട്ടും വയ്യാത്ത സമയത്തൊക്കെ ചായ ഇട്ട് തരുകയും തുണി അഴയിലിട്ട് തരിക, അങ്ങനത്തെ പണിയൊക്കെ ചെയ്ത് തരുമൊക്കെ ചെയ്യും കേട്ടോ. ചോറിനുള്ള അരിയൊക്കെ ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം, അരി കഴുകിയ പാത്രം ഉണ്ടല്ലോ, അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രൂട്ട്സ് കഴുകാനാണെങ്കിലും അരിയൊക്കെ കഴുകിയെടുക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ ഇതിനകത്ത് വെള്ളം വാർത്ത് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് കൊണ്ടിട്ട് കൊടുത്തു. മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടന്ന് വെന്തോളൂ കേട്ടോ. അടി പിടിക്കുന്നത് മാത്രം ആ ഒരു സമയം നമുക്കറിയാമല്ലോ, എത്ര സമയം കൊണ്ട് വേവുമെന്ന്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മിക്സി ജാർ ഒന്ന് ഇളക്കി നോക്കൂ കേട്ടോ, എങ്ങാനും അഴിഞ്ഞ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത്രയും സമയം ആക്കിയിട്ടും അത് കിട്ടിയില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് കേൾക്കുന്നുണ്ടോ നിങ്ങൾ, ഒരു പാട്ട് പോലെയൊക്കെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് ഒരു ബന്ധുക്കോസുകളുടെ പ്രാർത്ഥനാ ഹാളുണ്ട് കേട്ടോ. ബന്ധുക്കോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു വിഭാഗം, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അവരുടെ ഒരു പ്രാർത്ഥനാ ഹാളുണ്ട്. അപ്പോൾ ഈ വെള്ളിയാഴ്ചകളിൽ, ചില ശനിയാഴ്ച, പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും അവിടെ നിന്ന് നമുക്കിങ്ങനെ രാവിലെ ഹല്ലേലൂയ എന്നുള്ള ആ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ കേൾക്കാം. പ്രാർത്ഥന ആയിരിക്കും, എനിക്കറിയില്ല കേട്ടോ, നമുക്ക് അറിയത്തില്ലല്ലോ, അതിങ്ങനെ കേൾക്കാം. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ. അവിടുന്ന് ഭയങ്കര സൗണ്ടായിരുന്നു. ഇതിൽ വെച്ചിട്ട് ചോറൊന്നും ഉണ്ടാക്കി തരുവാ.
അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി എടുത്തിട്ട് അവിടെ വെള്ളം ഒന്ന് തുറന്ന് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വഴറ്റി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ. അപ്പോൾ അതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, പിന്നെ സ്പെഷ്യലായിട്ടൊരു മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇത് കിച്ചൺ കിങ് മസാല എന്നാണ്. ടാറ്റാ സംപന്നയാണ് നമ്മൾ ഓൺലൈനിൽ ആമസോൺ വഴി വാങ്ങുന്നത് കേട്ടോ. ഇത് ഇപ്പോൾ വെജിറ്റബിൾ കറി വയ്ക്കുവാണെങ്കിലും ചിക്കനൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്താൽ, പിന്നെ നമ്മുടെ സോയയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിട്ട് കഴിഞ്ഞാൽ. എല്ലാ മസാലപ്പൊടികളും ഇട്ടപ്പോഴും ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഓർമ്മ വന്നു. അന്നേരം ലാസ്റ്റാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കഴുകി വെച്ച ചിക്കനും കൂടി അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി ആവശ്യത്തിന് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് അങ്ങ് വേവിച്ചെടുക്കുക. നമ്മൾ അടുപ്പത്താണല്ലോ വെക്കുന്നത്. ഞാൻ എപ്പോഴും കുക്കറിലാട്ടോ വെക്കുന്നത്. ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചപ്പം അങ്ങനെ അവിടെ കിടന്ന് എന്താ പറയുക, ആ ചൂടി കിടന്ന് അങ്ങനെ പതിയെ വെന്തോളുമല്ലോ. കുളിക്കണ്ടേ എൻ്റെ പൊന്നിക്കിന് വെച്ച് കുളിപ്പിച്ചേരാം കേട്ടോ. ഇതുവായ വെച്ച് വെള്ളം ചൂടാക്കട്ടെ. വെച്ച് വെള്ളം ചൂടാക്കട്ടെ കേട്ടോ. എന്തോ കുളിക്കല്ലേ? അങ്ങനെ നമ്മുടെ ചോറും ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? നെയ്ച്ചോറും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പപ്പടം ഒന്ന് വറുക്കണം കേട്ടോ. നാരങ്ങാവെള്ളം ഉണ്ടാക്കിയാലോ? നാരങ്ങാവെള്ളം 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 വെള്ളം ഇതിലെന്താ വെള്ളം? ഇതിലെന്താ വെള്ളം? അറിയില്ല മുത്തേ. അത് മച്ചി അരി അളന്ന ഗ്ലാസ്സല്ലേ, അരി വെള്ളമില്ലാതെ. ഞാനേ മിസ്സിന്റെ കയ്യിൽ തരാനാണ് ഇത് എടുക്കുന്നത്. മിസ്സിന്റെ കയ്യിൽ തരാം. താങ്ക് യു. താങ്ക് യു. എനിക്കത് വേണ്ട കഴിക്കാൻ. പച്ചയ്ക്ക് തിന്നാൻ എനിക്ക് വേണ്ട. ഉണ്ടാക്കി തിന്നാൽ മതി. പച്ചയ്ക്ക് തിന്നാൽ വയറുവേദന വരും കേട്ടോ. അതന്നെയാണ് ഞാൻ പറഞ്ഞ പച്ചയ്ക്ക് തിന്നാ ഞാനൊന്ന് അത് ഞാൻ ഗുഡ് ഗേൾ. ഇപ്പോൾ നമ്മുടെ പപ്പടം വറുക്കലും കഴിഞ്ഞു കേട്ടോ. അതിന് നമുക്ക് തൈര് ഉണ്ടാക്കണം. അത് കഴിക്കാറാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് കുളിച്ച് ഇവിടെ ക്ലീനാക്കി ശരിയാക്കിയിട്ട് എന്തോ ശരിയാക്കിയിട്ട് വരും. മാമൊക്കെ തിന്നാനാകുമ്പോൾ കാണിക്കാം അല്ലേ? ഇനി കുളിച്ചേച്ചൊക്കെ വരാം അല്ലേ?